എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ വന്ന ടോപ്പിക് എന്താണെന്നറിയോ? വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേയും വർക്കൗട്ട് ചെയ്തതിന് ശേഷവും എങ്ങനെയാണ് പ്രോട്ടീൻ കഴിക്കേണ്ടത്. പ്രീ വർക്കൗട്ട് ആൻഡ് പോസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈമും എങ്ങനെയാണ് പ്രോട്ടീൻ കഴിക്കുന്നത്? ഞാൻ പറയുന്ന പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ചല്ല, നോർമൽ ഫുഡ് വഴി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീനെ പറ്റിയാണ്. ഇത് റീസെൻ്റായിട്ട് എൻ്റെ റെഗുലർ ഫോളോ അപ്പിലുള്ള എൻ്റെ പേഷ്യൻ്റായ പ്രിൻസി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. ഞാൻ അഫ്കോഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഓൾമോസ്റ്റ് ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് എന്താ, രാവിലെ വർക്കൗട്ടിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിലാണ് പോകുന്നത് അല്ലേ. വെറുതെ ചിലർ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് പോകും, ചിലർ നോർമൽ ചായ കുടിക്കും. എൻ്റെ വരുന്ന ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് ഇതുവരെ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ളവരെല്ലാം ഇതുപോലെ ആയിരിക്കും. വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യം കഴിച്ചിട്ട് പോവുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ വെറും വയറ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാകാൻ മറ്റ് സാധ്യത വരും. അതുപോലെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ടും ചിലർ ഡയറക്റ്റ് ഒരു ഫുഡായിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ കുറേ പ്രോട്ടീൻ പൗഡർ ഒരു ഇതുപോലെ കഴിക്കും, ചിലർ ഒരു 10 മുട്ട കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു 5 മുട്ടയുടെ വെള്ളം ഒന്നിച്ച് കഴിക്കാറുണ്ട്. ഇതൊന്നും റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് അല്ല. നമ്മൾ എഗ്ഗിൻ്റെ വയറ്റിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ടൂ മച്ച് ആയിട്ട് എടുത്ത് കഴിക്കരുത്. അത് നിങ്ങളുടെ ക്രിയാറ്റിൻ കൂട്ടാനും നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഡാമേജ് ആവാനും സാധ്യത വരും. സോ രാവിലെ നിങ്ങൾ വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു 5-6 ബദാം തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. മോർണിംഗ് അത് പീൽ ചെയ്യുക. ഒരു 1-2 കാഷ്യൂനട്ടോ ഒരു വാൾനട്ടോ, ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളൊരു ഓവർ വെയ്റ്റോ അല്ലെങ്കിൽ ഒരു നോർമൽ റേഞ്ച് ഓഫ് ഒബീസിറ്റി ഒരു ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവെടുത്താൽ മതി. അതിൽ കൂടുതലാണെങ്കിൽ ഇതിനല്പം കൂടെ നമുക്ക് പീനട്ട്സ് ഒക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ നിങ്ങളൊരു മിക്സഡ് നട്ട്സായിട്ട് മോർണിംഗ് നിങ്ങൾ എടുക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു ബോയിൽഡ് എഗ്ഗായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ലതാണ്. അപ്പോൾ ചോദിക്കും, മുട്ട കഴിക്കാമോ, മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് ഇഷ്യൂ ഉണ്ടോയെന്ന്? ഒരിക്കലും ഇല്ല. മുട്ടയുടെ മഞ്ഞയെന്ന് പറയുന്നത് നല്ല HDL ആണ്. സോ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫാറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈവൻ നിങ്ങൾക്കൊരു ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഒരു മുട്ട റെഗുലറായിട്ട് കഴിക്കാം. മുട്ട ഒരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞാൽ എഗ്ഗ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു കപ്പ് ബട്ടർ മിൽക്ക് മോരും വെള്ളമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കുടിക്കാം. അതുപോലെ നിങ്ങൾക്ക് ടിഫിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഈ പോസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് കഴിച്ചിട്ട് വീണ്ടും ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചിലർക്ക് ടൈം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോർമൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പയർ ഐറ്റംസുകൾ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെജിറ്റേറിയൻകാരാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ, വൺപയർ, ബാക്കി സോയാബീൻ, ഇതുപോലത്തെ പയർ ഐറ്റംസ് എല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് സ്പ്രൗട്ട് ചെയ്തെടുക്കുന്നത് ഏറ്റവും ബെറ്റർ. ഇല്ല, സ്പ്രൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്ത് കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ സോഴ്സ് ഉള്ള ഏത് ഫുഡ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ചിലർ രാവിലെ ചിക്കൻ കഴിക്കാറുണ്ട്, ചിലർ രാവിലെ ഒരു 200 ഗ്രാം ബ്രസ്റ്റ് പോർഷൻ ബോയിൽഡ് ചിക്കനും അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കനായിട്ടൊക്കെ ചിലർ കഴിക്കാറുണ്ട്. കുറച്ച് ബോഡി ബിൽഡിംഗ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ കമ്പൽസറി എടുക്കും. ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് മോർണിംഗ് ഇന്നതേ കഴിക്കാൻ പാടുള്ളൊന്നുമില്ല കേട്ടോ. മോർണിംഗിൽ പ്രോട്ടീൻ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. ചിലർക്ക് രാവിലെ ചിക്കനൊന്നും കഴിക്കാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് വെജ് സോഴ്സിലുള്ള കാര്യങ്ങൾ എടുക്കാം. പനീറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പനീർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ കടലക്കറിയില്ലേ, നമ്മൾ നോർമൽ വയ്ക്കുന്ന കടലക്കറി, അതുപോലെയൊക്കെ ആഡ് ചെയ്യാം. സോ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് തേങ്ങാപ്പാലൊന്നും അധികമായിട്ട് ആഡ് ചെയ്യരുത്. കടല തന്നെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രീയും പോസ്റ്റും തമ്മിലുള്ള. ഉറപ്പായിട്ടും എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകരുത്. എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. സോ വളരെ ലൈറ്റായിട്ട് വയറ് നിറയെ കഴിച്ചിട്ട് പോകരുത്. വയറ് നിറയെ കഴിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി വരാം. അതുപോലെ നമുക്ക് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും സ്റ്റൊമക്കിന്. സോ വയറ് ഒരിക്കലും ഫുള്ളാക്കിക്കൊണ്ട് വർക്കൗട്ട് ചെയ്യരുത്. പിന്നെ ചിലവരുണ്ട് ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നവരാണ് കേട്ടോ. അവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പ്രീയും പോസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നവർ നിങ്ങൾ ലഞ്ച് കഴിക്കുന്നത് എന്തായാലും ഒരു 12:30 ആയിരിക്കുമല്ലോ ലഞ്ച് കഴിക്കുന്നത്. സോ ഒരു കാര്യം ചെയ്യുക, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നട്ട്സിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ കഴിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഡിന്നറും പ്ലസ് പോസ്റ്റ് വർക്കൗട്ടും കൂടെ ഒന്നിച്ചെടുക്കാം. മനസ്സിലാവുന്നത്? ഇപ്പോൾ നിങ്ങൾ ഡിന്നർ എടുക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ചിക്കൻ സാലഡായിട്ട് എടുക്കാം. സോ അതിൽ രണ്ടും എല്ലാം ചേരും. നിങ്ങൾ ഡിന്നറും നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പ്രോട്ടീനും അതിൽ ഓൾറെഡി ആഡ് ആണ്. ഇല്ല ചപ്പാത്തിക്കാണെങ്കിൽ നിങ്ങൾ പനീർ കറിയോ എഗ് കറിയോ മഷ്റൂം കറിയോ ഇങ്ങനെയുള്ള പ്രോട്ടീൻ ആഡ് ആക്കിയ കറികളും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സോ വർക്കൗട്ടിൻ്റെ പ്രീയും പോസ്റ്റും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.